ഹലോ. വീഡിയോ മോഡിൽ വരാൻ പറ്റുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം വീഡിയോ ഓൺ ആക്കിയിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. ഓക്കെ, റെഡി ആണോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ. അപ്പോ ടീം എം ജെ എം കണ്ടക്ട് ചെയ്യുന്ന പാരന്റ്സിന് വേണ്ടിയിട്ടുള്ള വീക്കിലി ഒരു വൺ ഡേ പാരന്റ്സുമായിട്ട് കുറച്ച് സമയം നമുക്ക് സംസാരിക്കാം എന്നുള്ള ഒരു ആശയം ആ, മുന്നോട്ട് വന്ന സമയത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ പ്രോഗ്രാമിന്റെ ഒരു ഫസ്റ്റ് ഡേ ആണ് എന്ത്, ഇന്നത്തെ ഡേ. നമ്മളെല്ലാ വ്യാഴാഴ്ചയും ഒരല്പസമയം, ഒരു 10 മിനിറ്റോ ഒരു 15 മിനിറ്റോ ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ പാരന്റിങ്ങിനെ കുറിച്ചിട്ടും നമ്മളെ മക്കളെ കുറിച്ചിട്ടും അതിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും, അതിലൂടെ നമുക്ക് നമ്മളെ മക്കളെ ലൈഫിൽ എങ്ങനെ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ എന്ത് ചെയ്യും, ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഫസ്റ്റ് സെഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് നടക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങളെല്ലാവരും ഇതിലേക്ക് വെൽക്കം ചെയ്യാണ്. കാരണം സി ഇപ്പൊ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ലിങ്ക് ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചിട്ട്, എന്നാലും ഇന്ന് ഇവിടെ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇനിയും പഠിക്കണം, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളിൽ ഞാൻ ഇനിയും ഒരുപാട് നല്ലത് ചേർക്കണമെന്ന് ആഗ്രഹിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും സി, നിങ്ങളൊന്ന് താങ്ക്ഫുൾ ആവുക, നിങ്ങളൊന്ന് നന്ദി പറയാം. സി, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഈ ഒരു ലിങ്ക് ഏകദേശം ഒരു 500 ആളുകളിലേക്ക് ഈ ലിങ്ക് എത്തിയിട്ടുണ്ടാവും. ഓക്കെ, ഷെയർ ചെയ്ത് ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതിൽ നിന്നും സോർട്ട് ചെയ്ത് നമ്മൾ മാത്രമാണ് എന്ത് ചെയ്തത്, ഈ ഒരു സെഷന് ഈ ഒരു സമയത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം അത്രയും ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചിട്ടുള്ള രണ്ടാ കുറച്ച് ആളുകളാണ് എന്ത്, നമ്മൾ എന്നുള്ളത്. അപ്പൊ അതിന് സി, നമ്മൾ നമ്മളോട് എന്നൊന്ന് ഗ്രേറ്റ്ഫുൾ ആവുക. താങ്ക് യു, ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത്, ഈ ഒരു സമയത്ത് ബാക്കിയുള്ള എല്ലാ ജോലികളും മാറ്റി വെച്ചിട്ട് ഈ ഒരു സമയം ഇതിനു വേണ്ടി മാറ്റി വെച്ച് ഇങ്ങനെ ഇരുന്നതിന്. ഓക്കെ, ആൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ചെറിയൊരു ഏരിയ കുറഞ്ഞ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. സി, ഏരിയ എന്ന് പറയുന്നത് നോർമലി ഞാൻ എൻ്റെ കൗൺസിലിങ്ങിന്റെ സമയത്തോ അല്ലെങ്കിൽ ട്രെയിനിങ്സോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് മെജോറിറ്റി ആളുകളും എന്നോട് പറയുന്ന ഒരു വിഷയമാണ് ആങ്കർ എന്നുള്ളത്, ദേഷ്യം പിടിക്കുക എന്നുള്ളത്. അത് പൊതുവെ ഒരു ഏജ് അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് ഇല്ലാതെ എല്ലാവരും പറയാറുണ്ട്. ചെറിയ കുട്ടികൾ പറയാറുണ്ട്, ഉം, മുതിർന്ന ആളുകൾ പറയാറുണ്ട്, നല്ല ഏജ് ആയിട്ടുള്ള ആളുകൾ പറയാറുണ്ട്. അവർ പറയുന്നവര്, ഞാൻ അറിയാതെ ദേഷ്യം പിടിച്ചു പോവാണ്, ദേഷ്യം പിടിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമില്ല, എന്നാലും ഞാൻ ദേഷ്യം പിടിച്ചു പോവാണെന്നൊക്കെ പറയാറുണ്ട്. സി, അപ്പം ഈ ദേഷ്യത്തിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ആൻഡ് ഓൾസോ നമ്മളെ കുട്ടികളോട് നമ്മൾ ദേഷ്യം പിടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മാക്സിമം നമ്മൾ ദേഷ്യം പിടിക്കുന്നത് ഒഴിവാക്കേണ്ട കുറച്ച് സാഹചര്യങ്ങളും, ഒരു 4 സാഹചര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ റെഡിയാണോ എല്ലാവരും? സെറ്റാണോ കേൾക്കാൻ വേണ്ടിയിട്ട്? ഓക്കെ, വീഡിയോ ഓൺ ആക്കിയിട്ട് ഇരിക്കാൻ പറ്റുന്നവർക്ക് എന്ത് ചെയ്യാം, മാക്സിമം വീഡിയോ ആക്കിയിട്ട് തന്നെ എന്ത് ചെയ്യാം, ഓൺ ആക്കിയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സി, അപ്പൊ നമുക്ക് നമ്മളെ ആങ്കറിലേക്ക് വരാം. ദേഷ്യം. നിങ്ങൾ അറിയാതെ ദേഷ്യം പിടിക്കുന്നുണ്ട് അല്ലെ, മക്കളോട് ദേഷ്യം പിടിച്ചു പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്ന പാരന്റ്സ് ആണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളെ വീട്ടിലാർക്കാ നല്ല ദേഷ്യം? ഓക്കെ, സി, നിങ്ങളെന്ന് ഒന്ന് അനലൈസ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളെ ഇപ്പം ഹസ്ബൻഡ്, ഉമ്മക്ക് നല്ല ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ ഉപ്പക്ക് നല്ല ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ വീട്ടിലുള്ള ഗ്രാൻഡ് ഫാദറിന് അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിന് നല്ല ദേഷ്യമുണ്ട്. ഇങ്ങനെയുള്ള വീടുകളിൽ വളർന്ന ഒരു കുട്ടി സ്വാഭാവികമായിട്ടും എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്, ദേഷ്യമുള്ള ഒരു കുട്ടിയാവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും വളർന്നു വന്നിട്ടുള്ള സാഹചര്യം നിങ്ങളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദേഷ്യം പിടിച്ച ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടാവും. ഓക്കെ, മേ ബി നിങ്ങൾ ഉപ്പാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഉമ്മ ആവാം, നിങ്ങളെ സോറി. അപ്പോ നിങ്ങള്
ദേഷ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ മേ ബി നിങ്ങളെ ഫാമിലിയിൽ നല്ല ദേഷ്യം പിടിക്കുന്ന ഒരാളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ പാരൻസ് ഒക്കെ ഉണ്ടാവും. സി, ഈ ദേഷ്യം നമ്മൾ ഈ പനിയൊക്കെ പകരുന്ന പോലെ കുറച്ചൊക്കെ പകരും കേട്ടോ. ഓക്കെ, നമ്മൾ ഈ പനിയുള്ള ആളെടുത്ത് പോയി കിടക്കുക അല്ലെങ്കിൽ അവരുടെ കൂടെ നടക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് പനി വരുമെന്ന് പറയാറില്ലേ? അതേപോലെ നമ്മൾ ഈ പനി, സോറി, ദേഷ്യമുള്ള സാഹചര്യം, അവിടുത്തെ സിറ്റുവേഷൻസും അതിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള ആളുകളാണ്, സ്വാഭാവികമായിട്ടും നമുക്ക് എന്തുണ്ടാവും, ചെറിയൊരു ചൂട് അല്ലെങ്കിൽ ചെറിയൊരു ദേഷ്യം നമുക്കുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ അത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. അറ്റ് ദി സെയിം ടൈമിൽ എനിക്ക് പറയാനുള്ളത്, അക്സെപ്റ്റ് ചെയ്തിട്ട് അതൊരു വലിയൊരു ഗമയായിട്ട് കൊണ്ട് നടക്കാതിരിക്കുക. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ? അക്സെപ്റ്റ് ചെയ്തിട്ട് അതൊരു ഗമയായിട്ട് കൊണ്ട് നടക്കാതിരിക്കുക. എങ്ങനെയാന്ന് വെച്ചാൽ ചില ആളുകൾ പറയും, ഞാൻ കുറച്ച് ദേഷ്യക്കാരനാണ്. ഓക്കെ, ഞാൻ കുറച്ച് ദേഷ്യക്കാരനാണ്, എനിക്ക് അതൊന്നും പറ്റൂല, ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. ഓക്കെ, സി, നിങ്ങളൊരു ഗുണമായിട്ട്, അല്ലെങ്കിൽ ഇത് ദേഷ്യം പിടിക്കുന്നത് നിങ്ങൾ എന്തോ ഒരു ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് എന്ത് ചെയ്യാതിരിക്കുക, എടുക്കാതിരിക്കുക. അറ്റ് ദി സെയിം ടൈമിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, മനസ്സിലാക്കുക, എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ബട്ട് അതൊരു ക്വാളിറ്റി ആയിട്ട്, അതൊരു എന്തോ ഒരു നല്ല സംഗതിയാണെന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ദെൻ നിങ്ങളെ ദേഷ്യം കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മീൻസ് നമ്മൾ എത്ര തന്നെ കൺട്രോൾ ചെയ്താലും ചില സമയത്തൊക്കെ നമ്മൾ ഹാഷായിട്ട് പൊട്ടിത്തെറിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അതും അക്സെപ്റ്റ് ചെയ്യുക. സി, എനിക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, പൊട്ടിത്തെറിച്ച് സംസാരിച്ച് പോകുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് നമ്മളെ മക്കളെ ഇതിലേക്ക് വരാം. സി, ഇന്ന് വന്നിട്ടുള്ള എല്ലാ പാരന്റ്സും എന്തിനാണ് വന്നിട്ടുള്ളത്? ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ടിപ്സ്, കാര്യങ്ങൾ നിങ്ങളെ മക്കളെ ബെസ്റ്റ് ആയിട്ട് വളർത്താൻ വേണ്ടിയിട്ട്, നല്ലൊരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പം അതിന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതായത് നിങ്ങളെ മക്കളോട് ദേഷ്യം പിടിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക, പരമാവധി ദേഷ്യം പിടിക്കാതെ തന്നെ ഇരിക്കേണ്ട കുറച്ച് സിറ്റുവേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, കുറച്ച് സന്ദർഭങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഞാൻ ഈ അടുത്ത് നടത്തിയിട്ടുള്ള നമ്മളെ ആനയാങ്കുന്ന് സ്കൂളിൽ, സോറി, നമ്മൾ ആസാദ് സ്കൂളിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അന്നത്തെ സെഷനിൽ ഇരുന്നിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ ഒന്നും കൂടി ഒന്ന് മനസ്സിലാവും. അതായത് ബാക്കിയുള്ള ആളുകളെ മുന്നിൽ വെച്ചിട്ട്, ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്, നമ്മൾ എന്ത് ചെയ്യരുത്, മക്കളോട് ദേഷ്യം പിടിക്കരുത്. ഓക്കെ, നമ്മൾ വീട്ടിൽ അതിഥികൾ വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളെ കുട്ടികളുമായിട്ട് നമ്മൾ പുറത്തു പോകുന്ന സമയത്തോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യരുത്, ബാക്കിയുള്ള ആളുകളെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മക്കളോട് ദേഷ്യം പിടിക്കരുത്, ചൂടാവരുത്, ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, അവരെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, പറയരുത്. ചില ഉമ്മമാരൊക്കെ അതൊരു അല്ലെങ്കിൽ ഉപ്പമാരൊക്കെ അതൊരു സി, എങ്ങനെ പറയാ, സംതിങ്, അതൊരു പൊട്ടിത്തെറുപ്പ, അല്ലെങ്കിൽ പൊട്ടിത്തെറുപ്പിന്റെ ഒരു ഇതാണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ എപ്പോഴും കച്ചറയാണ്. ഇപ്പൊ രണ്ട് മക്കളുള്ള വീടാണെങ്കിൽ ഒന്നും പറയണ്ട, അവർ തമ്മിൽ എപ്പോഴും അടിയേക്കും എന്നൊക്കെ പറയും. സി, നിങ്ങൾ പാരന്റ്സ് ആണ്, നിങ്ങളെ ഓരോ വാക്കിനും അതിൻ്റെതായിട്ടുള്ള പവർ ഉണ്ട്. അപ്പൊ നിങ്ങളെ മക്കൾ ഇത് കേൾക്കുന്നത് എന്താണ്, ഞങ്ങൾ തമ്മിൽ എപ്പോഴും അടിയാന്നുള്ളതാണ് എന്ത്, അവരൊരു കൺസെപ്റ്റ്. പിന്നെ ഇപ്പൊ ഞാനായിട്ട് അത് തിരുത്താൻ പോണ്ടല്ലോ എന്ന് കരുതി മക്കൾ ഇത് ഓട്ടോമാറ്റിക്കലി അടി ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസിലേക്കൊക്കെ പോകും. സി, നമ്മളെ വേർഡ്സിനൊക്കെ ഒരുപാട് പവർ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇനി വരുന്ന സെഷൻസിൽ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നുള്ളതാണ്. നമ്മളെ വേർഡ്സ് എങ്ങനെയാണ് ബാക്കിയുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന്. ചില ടീച്ചേഴ്സ് ഒക്കെ പറയില്ലേ, നിങ്ങൾ ഒന്ന് എങ്ങനെയായാലും നന്നാവില്ല എന്ന് പറഞ്ഞാല് ചില കുട്ടികൾ നന്നാവൂല. അതേപോലെ തന്നെ ചില പാരന്റ്സ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മക്കൾക്ക് പറ്റും എന്നൊക്കെ പറയാറില്ലേ, അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന സെഷനിലൊക്കെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. സോ ബാക്കിയുള്ള ആളുകളെ മുന്നിൽ വെച്ചിട്ട് മാക്സിമം കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സി, എന്തെങ്കിലുമൊക്കെ അവരുടെ അടുത്ത് നിന്ന് മോശമായിട്ട് കാണുകയാണെങ്കിൽ പരമാവധി അവരെ മാത്രം തനിയെ വിളിച്ചുകൊണ്ട് അവരോട് ആ കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ സംസാരിക്കുക. ഓക്കെ, അതും ഭയങ്കര ഹാഷായിട്ട് മോശപ്പെട്ടിട്ട് അവരോട് സംസാരിച്ചാൽ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി പൊതുവെ കുറവായിരിക്കും. ദേഷ്യം പിടിച്ച് പറയുക അല്ലെങ്കിൽ ഉപദേശിക്കുക, അത് ഈ ഒരു ജനറേഷനിലുള്ള കുട്ടികൾക്ക് വളരെ, എന്താ പറയാ, ആ, ഓ, ഉപദേശിച്ചോ, എത്ര വേണേലും ഉപദേശിച്ചോ, ഞാൻ നന്നായിക്കോളാം, ആ ഒരു രീതിയിൽ അവരെടുക്കൂല. ഓക്കെ, അപ്പൊ പരമാവധി അവരൊരു വേ ഓഫ് സ്റ്റൈൽ, ഏത് സ്റ്റൈലിലാണ് അവർ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്നത് എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സി, ഈ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കഥയിലൂടെ തിരുത്തി കൊടുക്കാൻ പറ്റും.
ഓക്കെ, അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂണിലെ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ കഥാപാത്രങ്ങളൊക്കെ വെച്ചിട്ട് ഇന്ന രീതിയിലാണ് ഈ കഥാപാത്രം, ഇന്ന രീതിയിലാണ്, അപ്പൊ മോൻ എന്ത് ചെയ്യണം, ഇന്ന രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കഥയിലൂടെ ഒക്കെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഈ കഥയിലൂടെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ, കഥകളൊക്കെ മെറ്റഫേഴ്സ് ആണ്, എത്ര കാലം കഴിഞ്ഞാലും നമ്മളെ മൈൻഡിൽ ഉണ്ടാവും. സി, ഞാൻ പെട്ടെന്നൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആമയും മുയലും, എല്ലാവരും കേട്ടിട്ടുള്ള കഥ. ആമയും മുയലും പന്തയം വെച്ചിട്ട് ആര് ജയിച്ചു? ആമ ജയിച്ചു. അപ്പൊ ഇതേപോലെ ഏഹ്, കഥകളിലൂടെയൊക്കെ അവർക്ക് ആ ഒരു കാര്യം തിരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഞാൻ അന്നത്തെ സെഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളെ മക്കളെ നമ്മളെ മക്കളല്ല എന്നുള്ള രീതിയിൽ കണ്ടാൽ മക്കളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വളർത്താൻ പറ്റും എന്നുള്ളത്. ഓക്കെ, നമ്മളെ മക്കള് നമ്മളെ മക്കളല്ല എന്നുള്ളത് കുറച്ച് തീരുമാനിച്ചിട്ട് അവരോട് ബിഹേവ് ചെയ്താൽ കുറെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. അതിനുള്ള ഒരു എക്സാമ്പിൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ നമ്മള് ഉം, എന്താ നമ്മള് വീട്ടിലേക്ക് ഒരു അതിഥി വന്നു. അതിഥിയുടെ കൂടെ ഒരു ചെറിയ കുട്ടിയുണ്ട്. അപ്പൊ കുട്ടി എന്ത് ചെയ്യാണ്, നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്ലേറ്റോ ഗ്ലാസോ എന്തെങ്കിലും ഉടക്കുകയാണെങ്കിൽ നമ്മൾ എന്താ കുട്ടിയോട് പറയാ? ആ, സാരില്ല മോനെ, മോൻ അപ്പുറത്ത് പോയി കളിച്ചോ, ഞാൻ എന്ത് ചെയ്തോളാം, ഇത് റെഡി ആക്കിക്കോളാം, മോൻ അപ്പുറത്ത് പോയി കളിച്ചോ എന്ന് പറയും. അറ്റ് ദി സെയിം ടൈമില് അറ്റ് ദി സെയിം ടൈമില് നമ്മളെ വീട്ടിലേക്ക്, നമ്മളെ വീട്ടിൽ ഓൾറെഡി ഉള്ള മോനാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? ഓ, കുരുത്തക്കേടിന്റെ കൊട്ട വീണ്ടും പൊട്ടിച്ചു, ഇത് ഒരുപാടായി, അതായി ഇതായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലൈന്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഫയർ ചെയ്യും. ഓക്കെ, അപ്പൊ പുറത്തുനിന്ന് വരുന്ന ഒരു കുട്ടിയോട് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറും. അറ്റ് ദി സെയിം ടൈം നമ്മളെ വീട്ടിലുള്ള കുട്ടികളോട് നമ്മൾ എന്ത് ചെയ്യും, മോശമായിട്ട് പെരുമാറും എന്നുള്ളതാണ്. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കുക. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെരുമാറേണ്ടത് നമ്മളെ മക്കളോടാണ്. ഓക്കെ, അപ്പൊ അവരങ്ങനെയുള്ള സംഗതികൾ ചെയ്യുന്നതിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഫയർ ചെയ്യുമ്പോൾ മാക്സിമം അവരോട് ബാക്കിയുള്ള ആളുകളെ മുന്നിൽ നിന്നല്ല ഫയർ ചെയ്യുന്നുള്ളത് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ദെൻ രണ്ടാമതായിട്ട് നിങ്ങൾ നിങ്ങളെ മക്കളോട് ദേഷ്യം പിടിക്കുന്നത് മാക്സിമം ഒഴിവാക്കേണ്ട ഒരു സിറ്റുവേഷൻ. ഓക്കെ, ദേഷ്യം പിടിക്കാതിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഏതാന്ന് വെച്ചാൽ, രാത്രി മക്കള് ഉറങ്ങാൻ പോകുന്നതിന്റെ തൊട്ട് മുമ്പ്. ഓക്കെ, ഇതിനൊരു ഗോൾഡൻ ഹവർ എന്നാ പറയാ ഈ ഒരു സമയത്തിന്. കാരണം ഈ കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് കുട്ടികളെ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആവും. നിങ്ങൾ അന്ന് എന്തൊക്കെ എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടോ അതൊക്കെ കുട്ടികൾ മൈൻഡിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു സമയമായി രാത്രി ഉറങ്ങാൻ പോകുന്ന സമയം എന്നുള്ളത്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കണം. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കണം. നിങ്ങൾ ഒരു ഒരു കുറച്ച് സമയം, മാക്സിമം ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക. അവരോട് കളിക്കുക, അവരോട് ചിരിക്കുക, സംസാരിക്കുക, and, ചെറിയ ചെറിയ തമാശകൾ പറയുക. ആൻഡ് അവർ കിടക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് അവരെ ഹഗ് ചെയ്യുക, കെട്ടിപ്പിടിക്കുക, അവർക്ക് ഉമ്മ കൊടുക്കുക. ആൻഡ് ഓൾസോ അവരോട് നമ്മൾ പറയാറില്ലേ, എൻ്റെ കുട്ടിയാട്ടോ, അല്ലെങ്കിൽ നല്ല മോനാട്ടോ, അല്ലെങ്കിൽ നല്ല മോളാട്ടോ, ഉഷാറാണ് കേട്ടോ എന്നൊക്കെ ഒരു രീതിയിൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യുക, അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. സി, നമ്മൾ എല്ലാ പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മെഡിറ്റേഷൻ വെച്ചിട്ടാണല്ലേ ചെയ്യാറുള്ളത്. ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് മെഡിറ്റേഷൻ ആണ്. ഇപ്പൊ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ കോൺഷ്യസ്നെസ് ആൽഫ ലെവലിലേക്ക് താഴ്ത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഡിറ്റേഷൻ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആയിരിക്കും. നമ്മൾ എന്ത് കമാൻഡ് കൊടുത്താലും അതിലേക്ക് എന്താവും, അത് സ്റ്റോർഡ് ആവും, ഫിൽ ആവും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്തെങ്കിലും സ്റ്റോർ ആയാൽ, ഞാൻ അന്ന് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ജീവിതത്തിലെ 90% കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. നമ്മളെ മുടി വളർത്തുന്നത്, നമ്മളെ നഖം വളർത്തുന്നത്, നമ്മളെ ഹാർട്ടിനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ. ഇപ്പൊ ഈ മുടി വളരുന്നത് നമ്മൾ അറിയുന്നില്ല അല്ലെ, സബ് കോൺഷ്യസ് മൈൻഡ് ആണ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഈ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ്, അതായത് സബ് കോൺഷ്യസ് മൈൻഡ് ഒക്കെ ഓപ്പൺ ആവാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ നല്ല കമാൻഡ്സ് ഈ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഈ കുട്ടികളെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ആയാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി മുടി വളരുന്ന പോലെ കുട്ടികൾ മെല്ലെ മെല്ലെ അത് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ നല്ല കുട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ നല്ല മോളാണ് എന്നുള്ള രീതിയിൽ അവര് തന്നെ മെല്ലെ മെല്ലെ എന്ത് ചെയ്യാൻ പറ്റും, വളർന്ന് വളർന്ന് ആ രീതിയിൽ വരാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മാക്സിമം നിങ്ങൾ ആ ഒരു നൈറ്റ് ടൈമിൽ അവരെ ചീത്ത പറയുന്നത് ഒഴിവാക്കാൻ, ഓൾസോ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഉറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നാളെ ചെയ്ത് തീർക്കാനുള്ള ഒരുപാട് ബേർഡനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ എക്സാം ഫിയേഴ്സ്, ഒരു ഇനി ഇത്ര പഠിച്ച് തീർക്കാനുണ്ട്, ഇങ്ങനെ നടന്നോ, ഇത് തീർക്കണം, അത് തീർക്കണം, ഇന്നത് ചെയ്യണം, അത് ചെയ്യണം എന്നുള്ളതൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചിട്ട് എന്ത് ചെയ്യുക, രാത്രി അവരെ ഉറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ദെൻ മറ്റൊന്ന് പറയാനുള്ളത് ഏർലി മോർണിംഗ് ആണ്. കുട്ടി എണീറ്റ് വരുന്ന സമയം
അതും ഇതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഹവർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ സമയത്തും മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ കുട്ടികളോട് ദേഷ്യം പിടിക്കുന്നത് എന്ത് ചെയ്യുക, കുറക്കുക, മാക്സിമം ഒഴിവാക്കുക എന്ന് തന്നെ പറയാം. കാരണം ഈ സമയം സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ചുറ്റുഭാഗത്ത് നടക്കുന്നതൊക്കെ ഇങ്ങനെ കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കേക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ സമയത്തും ഇപ്പം കുട്ടി കിടക്കേന്ന് എണീപ്പിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടാവും. ചില ആൾക്കാർ തല്ലി എണീപ്പിക്കും. അതുപോലെ ചില ആൾക്കാർ എന്താ പറയാ, ഉം, ഉറക്കെ അലറി വിളിച്ചിട്ട് എണീപ്പിക്കും. അതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ ഒഴിവാക്കുക. ഓക്കെ. ആൻഡ് ഓൾസോ എങ്ങനെ എടുക്കുക എന്നുള്ളത് ചോദിച്ചാൽ ഇപ്പോൾ അവരെ അടുത്ത് പോവുക, പറ്റുകയാണെങ്കിൽ അവരെ അടുത്ത് ഇരിക്കുക, അല്ലെങ്കിൽ അവരെ അടുത്ത് അവരൊന്ന് വാരി പുണരുന്ന രീതിയിൽ, അവരെ കെട്ടിപ്പിടിക്കുന്ന രീതിയിലൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് പതിയെ അവരെ ഉറക്കത്തുനിന്ന് എന്ത് ചെയ്യുക, ഉണർത്തുക എന്നുള്ളതാണ്. ഓക്കെ. ഒറ്റയടിക്ക് ഹാഷായിട്ട് അവരെ തല്ലിയിട്ടോ അല്ലെങ്കിൽ പുതപ്പ് മാറ്റി ഫാൻ ഇട്ട് ലൈറ്റ് ഓഫ് ആക്കി അങ്ങനത്തെ ഒക്കെ ഒരു രീതിയിലൊക്കെ മാക്സിമം എന്ത് ചെയ്യാതിരിക്കുക. മാക്സിമം കൂളായിട്ട് നല്ല രീതിയിൽ പതിയെ എന്ത് ചെയ്യുക, അവരെ ഉറക്കത്തുനിന്ന് വിളിറ്റ് വിളിച്ച് എണീപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇതാണ് ഈ ഒരു മോർണിംഗ് എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ദെൻ പറയാനുള്ള മറ്റൊന്ന്, അൺനോൺ ആയിട്ട് അവർ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് ഉണ്ടാവും. അറിയാതെ അവരെ കയ്യിൽ നിന്ന് പറ്റിപ്പോകുന്ന ചില മിസ്റ്റേക്സ് ഉണ്ടാവും. അതിനെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക, കംപ്ലീറ്റ് ആയിട്ട് മാപ്പ് കൊടുക്കുക. അതിനൊരിക്കലും അവരെ വഴക്ക് പറയാതിരിക്കുക. സി, നിങ്ങളിപ്പം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സൃഷ്ടാവുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ദൈവമുണ്ട്, അല്ലെങ്കിൽ ഒരു അള്ള ഉണ്ട്, അല്ലെങ്കിൽ ഒരു ശക്തി നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്, അറിഞ്ഞ് ചെയ്യുന്നുണ്ട്, അറിയാതെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ അറിഞ്ഞിട്ട് എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. ഈ അറിഞ്ഞ് ചെയ്ത എല്ലാ തെറ്റുകൾക്കും ദൈവം ഇവിടുന്ന് തന്നെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരുപാട് തെറ്റുകൾ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ചെയ്തു പോകുന്നുണ്ടാവും. ദൈവം എന്താ പറയുന്നത്, നിങ്ങൾ തെറ്റ് ചെയ്തോ കുഴപ്പമില്ല, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാപ്പ് തരാന്നാ പറയുന്നത്. അപ്പൊ ഈ ദൈവത്തിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, എന്താ, രക്ഷിതാവ് അല്ലെ, നമ്മളെ രക്ഷിതാവ് എന്നുള്ളത്. സി, ഇതേ പേര് തന്നെയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ എന്താണ്, രക്ഷിതാക്കളാണ്. അപ്പോൾ ആ ഒരു ദൈവത്തിന്റെ പേര് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ദൈവത്തിന്റെ ക്വാളിറ്റി എന്തുണ്ടാവും, നിങ്ങൾക്കുള്ളിൽ ഉണ്ടാവും. അതിനെ മേ ബി നിങ്ങളെ ജീവിത സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റുപാടൊക്കെ കാരണം ചിലപ്പോൾ അതിന് കുറച്ച് പൊടിപടലങ്ങളൊക്കെ കയറിയിട്ട് ആ ഒരു ദൈവികമായിട്ടുള്ള ഒരു എന്താ പറയാ നിഷ്കളങ്കത അല്ലെങ്കിൽ ആ ഒരു പ്യൂരിറ്റി ഒക്കെ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലൊക്കെ ആ ഒരു പോക്കിനെസ്, എത്ര തന്നെ കുട്ടി അൺനോൺ ആയിട്ട് അറിയാതെ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അവനെ വഴക്ക് പറയാതിരിക്കുക. ഓക്കെ. വഴക്ക് പറയാതെ നിങ്ങൾ വൺ ടൈം അത് തിരുത്തി കൊടുത്താൽ മേ ബി ആ കുട്ടി പിന്നീട് അങ്ങോട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാവാം. ഓക്കെ. ഈ അറിയാതെ പറ്റുന്നതിൽ അവരെ കൂടെ ഇരുത്തിയിട്ട് അത് തിരുത്തി കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു സംഗതിയാണ് എന്ത് ചെയ്യാനുള്ളത്, മെയിൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് നമ്മൾ കുട്ടികളോട് ദേഷ്യം പിടിക്കുന്നത് മാക്സിമം ഒഴിവാക്കേണ്ട ഒരു 4 സാഹചര്യം. ഒന്ന്, മറ്റുള്ള ആളുകളെ മുന്നിൽ വെച്ചിട്ട് ദേഷ്യം പിടിക്കുന്നത് എന്ത് ചെയ്യുക, മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കുട്ടികൾ രാത്രി കിടന്നുറങ്ങാൻ പോകുന്നതിന്റെ തൊട്ട് മുന്നുള്ള സമയം എന്ത് ചെയ്യുക, മാക്സിമം അവരെ വഴക്ക് പറയുന്നതോ അവരോട് നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നതോ അവരെ കുറ്റം പറയുന്നതോ ഒക്കെ മാക്സിമം എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ദെൻ മറ്റൊന്ന്, മോർണിംഗ് കുട്ടികളെ രാവിലെ എണീപ്പിക്കുന്ന സമയത്തും മാക്സിമം അവരെ ഏറ്റവും കാമായിട്ട് കൂളായിട്ട് നിങ്ങളൊരു വേൾഡിലേക്ക് അവരെ എടുക്കുന്ന രീതിയിലേക്ക്, കുട്ടി മീൻസ് മോന്റെ എന്താ പറയാ ഉമ്മന്റെ മോനാട്ടോ അല്ലെങ്കിൽ അമ്മയുടെ മോനാട്ടോ എന്നൊക്കെ രീതിയിൽ അവരെ ഉറക്കത്തുനിന്ന് അവരെന്ത് ചെയ്യുക, നിങ്ങളെ ഒരു വേൾഡിലേക്ക്, നിങ്ങളെ ലോകത്തിലേക്ക് എടുക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ദെൻ വരുന്നത്, അൺനോൺ ആയിട്ടുള്ള അവരറിയാതെ ചെയ്യുന്ന തെറ്റുകൾക്ക് മാക്സിമം എന്ത് ചെയ്യുക, അവർക്ക് ഫോർഗിവ്നെസ് കൊടുക്കുക, അവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏകദേശം നമ്മൾ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്യാന്നുള്ള രീതിയിൽ വെച്ചിട്ടുള്ളത്. ദെൻ ഇതിൽ പറയാനുള്ളത്, ചില ആളുകൾ ഇങ്ങനെയൊക്കെ കേട്ടാലും നമ്മൾ ചില സമയത്തൊക്കെ പൊട്ടിത്തെറിച്ച് ചിലപ്പോൾ രാത്രിയോ അല്ലെങ്കിൽ പകലോ ഏർലി മോർണിംഗിലോ ബാക്കിയുള്ള ആളുകളെ മുന്നിലൊക്കെ വെച്ചിട്ട് നമ്മൾ മേ ബി നമ്മൾ പറഞ്ഞു പോകും. ബാക്കിയുള്ള ആളുകളെ മുന്നിലൊക്കെ വെച്ചിട്ട് ചില ബിഹേവിയേഴ്സ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് സംസാരിച്ച് ചീത്ത പറഞ്ഞു പോകും. മനുഷ്യന്മാരാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരോടൊരു ഫോർഗീവ്നെസ് ചോദിക്കുന്ന
രീതിയിൽ എന്ത് ചെയ്യാം, പിന്നീട് ഒരു സമയത്ത് അവരെ അടുത്ത് ചെന്നിട്ട്, മീൻസ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, അവരെ അടുത്ത് ചെന്നിട്ട് അവരോട് പറയാം, നല്ല രീതിയിൽ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, മോനെ, ആ ഉമ്മ അന്ന് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ഉമ്മ അന്ന് ആ പ്രോഗ്രാമിന് പോയപ്പോൾ മോനോട് ഇങ്ങനെ വഴക്ക് പറഞ്ഞത് ഈ ഒരു സംഗതി ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ, കാരണം ഇങ്ങനെ ചെയ്യുന്നത് മോശമല്ലേ, കാരണം ബാക്കിയുള്ള ആളുകൾ ഇന്ന രീതിയിലാണ് മോനെ വിലയിരുത്തുക, അപ്പം മോൻ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യണമെന്നാണ് നല്ലത്, നല്ല രീതിയിൽ അത് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്താണ്, ഞാൻ ഉമ്മ അറിയാതെ ദേഷ്യം പിടിച്ചു പോയതാന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, അവരോട് ഒരു ഫോക്കിനെസ് ചോദിക്കുന്ന രീതിയിൽ പറയാം. കാരണം ഈ അധിക കുട്ടികളും ഇത് ഉള്ളിൽ സപ്രസ് ചെയ്യും, ഉള്ളിൽ ഇങ്ങനെ പിടിച്ചു വെക്കും. ഉമ്മ ദേഷ്യം പിടിച്ചത്, ഉപ്പ ദേഷ്യം പിടിച്ചത് ഉള്ളിൽ ഇങ്ങനെ പിടിച്ചു വെച്ച് പിന്നീട് ഇത് ഇവർ ഓവറായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. കുറഞ്ഞ സമയം കഴിയുന്ന സമയത്ത് അവർ നിങ്ങളോട് തന്നെ മോശമായിട്ടൊക്കെ ബിഹേവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതിനുള്ള റീസൺ നിങ്ങൾ തന്നെ ഇട്ടുകൊടുക്കുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾ ഇന്ന് എന്തെങ്കിലും ഒരു സംഗതി മോശമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ക്ലിയർ ചെയ്യും. ഓക്കെ, ഇന്നത്തത് അവിടെ നാളെ ഇട്ട് മറ്റന്നാളോട്ട് ഇട്ട് നിങ്ങളൊക്കെ വീട്ടിലുള്ള ഉമ്മമാരല്ലേ, നിങ്ങൾ വീടിന്റെ ബാക്കിൽ എല്ലാ ദിവസവും ഒരു വേസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പാത്രം കഴുകുന്ന വെള്ളമോ വീട്ടിലെ ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ ഓരോ ദിവസവും ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയിട്ടാൽ സ്വാഭാവികമായിട്ട് അവിടുന്ന് സ്മെല്ല് വരാൻ തുടങ്ങുമല്ലോ. അപ്പൊ അതേപോലെ നിങ്ങൾ നിങ്ങളെ എടുക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ മക്കൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത് അത് നിങ്ങൾ ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് മെല്ലെ മെല്ലെ നിങ്ങളെ ബാധിക്കാൻ തുടങ്ങും, നിങ്ങൾക്ക് തന്നെ അത് സ്മെല് ചെയ്യാൻ തുടങ്ങും. കുറച്ച് കുട്ടികൾ വളരുന്ന സമയത്ത് അത് നിങ്ങളെ തന്നെ ബാധിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങൾ പരമാവധി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ മാക്സിമം നിങ്ങൾ നിങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അറിയാതെ പൊട്ടിത്തെറിച്ച് ദേഷ്യം പിടിച്ചു പോകുന്നുണ്ടെങ്കിൽ ഒരു ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ചിന്തിക്കുക, ഞാൻ എന്തുകൊണ്ടായിരിക്കും ദേഷ്യം പിടിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ഒരു ദിവസം കുട്ടീനെ രാവിലെ തല്ലി, വൈകുന്നേരം പോയി കുട്ടിയോട് പറഞ്ഞു സോറി ഞാൻ അറിയാതെ തല്ലി കേട്ടോ, ഞാൻ അങ്ങനെ തല്ലി. ഓക്കെ, പിറ്റേന്ന് രാവിലെ എണീറ്റ് കുട്ടീനെ തല്ലി, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പോയി ഫോക്കിനസ് സോറി അറിയാതെ തല്ലിയ, പിറ്റേന്നും രാവിലെ എണീറ്റ് തല്ല. അതായത് ഇത് ഇങ്ങനെ ഒരു റൊട്ടീനായിട്ട് ഇങ്ങനെ 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 പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് പോകുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ നമ്മളെ കൺട്രോളിലല്ല എന്നുണ്ടെങ്കിൽ, സി നമ്മളെ ഒന്ന് പഠിക്കുക, നമ്മളെ കുറിച്ചിട്ടൊന്ന് പഠിക്കുക. നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തോ കോളേജിൽ പോകുന്ന സമയത്തോ, അല്ലെങ്കിൽ നമ്മളെ ഉമ്മമാരോ ഉപ്പമാരോ ഒക്കെ നമുക്ക് നമ്മളെ പറ്റിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ള അറിവ് വളരെ കുറവാണ്. നമ്മളെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ദേഷ്യം പിടിച്ചു പോകുന്നത്, ബാക്കിയുള്ള ആളുകൾ നമ്മളോട് മോശമായിട്ട് ബിഹേവ് ചെയ്യാനുള്ള കാരണം എന്താണ്, ഇതൊക്കെ. ഓക്കെ, സി നമ്മൾ പറയാറുണ്ട്, ഉം, വിശ്വം ദർപ്പണം സദൃശ്യമാന നഗരി തുല്യം നിജം അന്തർഗതം. ഓക്കെ, നമ്മളെ ഉള്ളിലുള്ളത് എന്താണോ അതാണ് നമ്മളെ പുറത്ത് കാണുന്നത്. അപ്പം നമ്മളെ ചുറ്റുഭാഗമുള്ളത് മൊത്തം നമുക്ക് എതിരായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തതാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു സംഗതി കണക്ട് ചെയ്തിട്ട് നോക്കുന്നുണ്ടാവും. ഇത് ക്ലിയർ ചെയ്യുമ്പോൾ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പുറത്തേക്കുന്നതിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ മാറ്റി വെക്കുക. ഓക്കെ, എല്ലാം എൻ്റെ മക്കൾക്കും വേണ്ടി മാറ്റി വെച്ചതാണ്, ഞാൻ എൻ്റെ സമയം അവർക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്, ഞാൻ എൻ്റെ ആരോഗ്യം അവർക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്, ഞാൻ എൻ്റെ സമ്പത്ത് അവർക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്. ഒക്കെ ഗുഡ്, വെരി ഗുഡ്, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ബട്ട് നിങ്ങൾ നിങ്ങളെയും കൂടി ഫുൾഫിൽ ചെയ്തിട്ട് മാക്സിമം അവർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ അത് നല്ലതാവുന്നു. കാരണം ചില പാരന്റ്സ് ഒക്കെ അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, ഞാനൊക്കെ ഒന്നും കഴിക്കാതെ അവനെ പോറ്റിയതാണ്, അല്ലെങ്കിൽ എന്റെ ആരോഗ്യം മുഴുവൻ അല്ലെങ്കിൽ എന്റെ സമ്പത്ത് മുഴുവൻ ഞാൻ ചെലവാക്കിയത് മക്കൾക്കും വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ ഈ അവസാനം ഒരു റിഗ്രറ്റ് അടിച്ചിട്ടുള്ള ഫീലില്, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ എന്നോട് നന്ദി കാണിച്ചില്ല, ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു നന്ദി കാണിച്ചില്ല രീതിയിൽ പറയുന്നത് എന്തുകൊണ്ടാണ്? സി ഇപ്പൊ അന്ന് അവര് ചെയ്തത് പിന്നീട് ഒരു നന്ദി കിട്ടും എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ടോ, സി അൺകണ്ടീഷണൽ ലവ് എന്ന് പറയാറുണ്ട് നമ്മൾ, ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുക. അതെപ്പോഴാണ് നമുക്ക് സാധിക്കുക? കംപ്ലീറ്റ്ലി നമ്മൾ നമ്മളെ സ്നേഹിച്ചിട്ട് ബാക്കിയുള്ള ആളുകളെ സ്നേഹിക്കുന്ന സമയത്താണ് എന്ത്, നമുക്ക് ആ ഒരു അൺകണ്ടീഷണൽ ലവ് നമുക്ക് ഫീൽ ചെയ്യാം. ഞാൻ പറയുന്ന ഒരു സംഗതി ഉണ്ട്, ഒരു കപ്പില് പാലുണ്ട്, എന്റെ കയ്യിൽ കപ്പില് പാലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ഓരോരുത്തരും കയ്യിൽ ഒരു കപ്പില് പാലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ മക്കൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പാല് കൊടുക്കാൻ പറ്റും, ഇല്ലേ? പാല് കൊടുക്കാൻ പറ്റും. എത്ര കൊടുക്കാൻ പറ്റും? ആ കപ്പിലുള്ള പാല് കഴിയുന്നവരെ കൊടുക്കാൻ പറ്റും, അത്രയല്ലേ പറ്റുള്ളൂ. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കപ്പിലേക്ക് പാല് നിങ്ങൾ ഇങ്ങനെ നിറച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, എന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളെ മക്കൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കപ്പിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന പാൽ എന്ത് ചെയ്താൽ മതി, അവർക്ക് എടുത്താൽ മതി, നിങ്ങളെ കപ്പ് ഫുൾ ടൈം ഫില്ലേക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ നിങ്ങൾ നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട്
കാര്യങ്ങൾ കൊടുക്കാനുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സമയം കൊടുക്കാനുണ്ട്, നിങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ പഠിച്ച് നിങ്ങളെ ഫുൾഫിൽ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ മക്കളെയും കൂടി ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലേക്ക് പോവാം. ഓക്കെ, എന്ന് കരുതി അവരെ നോക്കണ്ട, അവർക്കൊന്നും കൊടുക്കണ്ട എന്നുള്ളതല്ല. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മക്കൾക്ക് കൊടുക്കുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നിങ്ങളെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സി ഇത്ര കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. ആൻഡ് ഓൾസോ നമ്മളെ നെക്സ്റ്റ് വരുന്ന പ്രോഗ്രാം എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് സൺഡേ നമ്മൾ മാസ്റ്റർ ടോക്ക് ഉണ്ടാവും. ഇതിൽ നമ്മൾ നമ്മളെ സെൽഫിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മളെ സോളിനെ കുറിച്ചിട്ടും നമ്മളെ മൈൻഡിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം അതൊരു ഫ്രീ പ്രോഗ്രാമാണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ടീം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെഷനാണ്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. ആൻഡ് ഓൾസോ മറ്റൊന്ന് പറയാനുള്ളത്, ഈ വരുന്ന 25-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ഡയമണ്ട് മൈൻഡിന്റെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഡയമണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പാണ്. ഞാനിപ്പോ പറഞ്ഞ പോലെ അറിയാതെ ദേഷ്യം പിടിച്ചു പോവുക, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മളെ കൺട്രോളിൽ അല്ലാത്ത രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുക, ചുറ്റുപാടുന്ന ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ സംതിങ് നമ്മളെ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു സംഗതി കൊളത്തി കിടക്കുന്നുണ്ടാവും. അത് ക്ലിയർ ചെയ്യുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പുറത്തുള്ള എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ എങ്ങനെ നമ്മളെ മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്തിട്ട് എങ്ങനെ നമ്മളെ സറൗണ്ട്സിൽ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും, നമ്മളെ ലൈഫിലും നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഏരിയയിൽ, നമ്മളെ വെൽത്തില്, നമ്മളെ ഹെൽത്തില്, നമ്മളെ ആരോഗ്യത്തില്, നമ്മളെ ആം, എന്താ പറയാ റിലേഷൻഷിപ്പ്, ഓക്കെ, ബാക്കിയുള്ള ആളുകളായിട്ടുള്ള ബന്ധങ്ങൾ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷന്, കുട്ടികളായിട്ടുള്ള റിലേഷൻസ്, ആൻഡ് ഓൾസോ നമ്മളെ കയ്യിലുള്ള മണി, ഇങ്ങനെ നമ്മളെ മൈൻഡ് എങ്ങനെയാണ് നമ്മളെ ജീവിതത്തിലെ പല ഏരിയകളായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡയമണ്ട് മൈൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത, ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ 1-2 ദിവസം ക്ലാസ് എന്നതിലുപരി ഒരു 5 ഡേയ്സ് സെഷനും ദെൻ 100 ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് ഫോളോ അപ്പ് കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ വെറുതെ ക്ലാസ് കേട്ട് പോവുക എന്നതല്ല, ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ചെയ്ത് നിങ്ങളിലുള്ള മാറ്റം നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം നിങ്ങൾക്ക് തന്നെ കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്ത് ചെയ്യും, ഇതിൽ പഠിപ്പിക്കുന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി നമ്മൾ പറയാറുണ്ട് ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ആവുക എന്നുള്ളത്. അതേപോലെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി തനിയെ നിങ്ങളിൽ തന്നെ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾസും ടെക്നിക്സും നമ്മൾ എന്ത് ചെയ്യും, അതിൽ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഓൾസോ അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചില ചലഞ്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റി എടുത്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏകദേശം നമ്മൾ പറഞ്ഞ ടൈം ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതിനു മുമ്പ് ഒരു 1 മിനിറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ടേക്ക് അവേസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മൈക്ക് ഓൺ ആക്കിയിട്ട് ഷെയർ ചെയ്യാം. ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം കേട്ടോ. സജിത മാം പറയുന്നുണ്ടോ? എന്താ പറയാനൊന്നുമില്ല. ഓക്കെ, ഉം. സെഷനിൽ കിട്ടിയിട്ടുള്ള ടേക്ക് അവേസ് പറഞ്ഞാൽ മതി. അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ കുറെ അതിലൂടെ മനസ്സിലാകാൻ കഴിഞ്ഞ് കുട്ടിയോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത്. ഓക്കെ, ഓക്കെ, താങ്ക് യു സജിത മാം.
എനിവേ ഇനിയും വരുന്ന സെഷനിലൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. സി, ഞാൻ അന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെയാണ് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുക എന്നുള്ളത്. ഓക്കെ, ഓക്കെ. ഉം. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, മാറ്റങ്ങൾ. മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളത്. സോ ഓക്കെ. മാക്സിമം ഇനിയും വരുന്ന സെഷനിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ ഓക്കെ. ഇൻഷാ അല്ലാ. നിങ്ങളെ പോലെ തന്നെ ഇത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പാരന്റ്സ് ഉണ്ടാവും, ഒരുപാട് പേരുണ്ടാവും. അവരിലേക്കൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം ഇത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക എന്നുള്ളതാണ്. എനിവേ, ഉം. ഇങ്ങനെ മൈക്കൊക്കെ ഓണാക്കി സംസാരിക്കാൻ പേടിയുള്ളവരും മടിയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നമുക്ക് നമ്മളെ വാട്സപ്പിൽ മെന്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മളായിട്ട് കണക്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ, നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ ഷെയർ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, എനിവേ, ഈ ഒരു സെഷന് ഉം. ഇത്ര ഉം, ഈ ഒരു ടൈം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തതിനും ഇങ്ങനെ വന്നിരുന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടതിന് ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയാണ്. നെക്സ്റ്റ് ഓക്കെ. വ്യാഴാഴ്ച എന്തുണ്ടാവും, നമ്മളെ പാരന്റിങ്ങിന്റെ നെക്സ്റ്റ് സെഷൻ ഉണ്ടാവും. സി, നമുക്ക് എന്ത് ചെയ്യാം, വന്ന് മീറ്റ് ചെയ്യാം. ടൈം തന്നെയാണോ? ടൈം ടൈം ഇത് തന്നെ ഉണ്ടാവും ഇതാ കേട്ടോ. ടൈം തന്നെയാണ്. 8 മണി തന്നെ ഓക്കെ. ഉണ്ടാവും. ഓക്കെ, എനിവേ, താങ്ക് യു സോ മച്ച്. താങ്ക്സ്.